ഓക്കെ സച്ചിൻ, നമ്മളിങ്ങനെ ക്രിക്കറ്റ് ലഹരിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോകുമ്പോൾ നാട്ടിൽ നടക്കുന്ന വാർത്തകളൊക്കെ ഒരു പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. യുവാക്കളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുതുതലമുറ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, മരണങ്ങൾ, കൊലപാതകങ്ങളൊക്കെ. നമ്മുടെ പുതുതലമുറയോട് എന്താണ് പറയാനുള്ളത്? ലഹരി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ക്രിക്കറ്റ് മാത്രമാവും ലഹരി എത്രമാത്രം അപകടം പിടിച്ചതാണ്. ഈ സിന്തറ്റിക് ലഹരിയും കാര്യങ്ങളൊക്കെ നമ്മൾ നാടിനെ വല്ലാതെ വിഴുങ്ങുകയാണ്. അല്ല, ഭയങ്കര വേദനിപ്പിക്കുന്ന ന്യൂസുകളാണ് നമ്മളിപ്പം കാണുന്നത്. അപ്പം നമ്മൾ കളി കഴിഞ്ഞ് നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്കും ഇപ്പം മറ്റേ വെഞ്ഞാറമൂടിയുടെ സംഭവം ആയിക്കോട്ടെ, ഇപ്പം ഇന്നലെ കാലിക്കറ്റിൽ നടന്ന സംഭവം ആയിക്കോട്ടെ, ഭയങ്കര ഹേർട്ടിംഗ് ആണ്. അപ്പം യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതല്ല ലൈഫ്. കാരണം ലൈഫ് എന്ന് പറയുന്ന ഒരു നമുക്കറിയാം, ക്രിക്കറ്റിൽ നമുക്കിപ്പോൾ അല്ല ഒരു മിസ്റ്റേക്ക് ഇത്രയും ഹേർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ ആ ഒരു ലഹരിയോടെ എന്തോരം നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ അധ്യാപകർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ എന്തോരം ഹേർട്ട് ആവണം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു ഇത്ര ഒരു സംഭവം അല്ല. കാരണം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്പാൻ നോക്കുവാണെങ്കിൽ 70 വർഷമുള്ളൂ ഒരാളുടെ ഒരു സ്പാൻ നോക്കുവാണെങ്കിൽ. അപ്പം അതിനുശേഷവും ഒരു അത് പണ്ടൊക്കെ ആണെങ്കിലും 90 വയസ്സുള്ള 100 വയസ്സുള്ള ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ എന്തായാലും എല്ലാം ഉപേക്ഷിച്ച് നല്ലൊരു കുട്ടികളായിട്ട്, കാരണം എൻഡ് ഓഫ് ദി ഡേ നമ്മളല്ല, ലൈഫ് ഈസ് ഓൾ അബൌട്ട് ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയോട് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഇതെല്ലാം മാറ്റി നിർത്തി നിങ്ങൾ ഒന്ന് പഠനം ആയിക്കോട്ടെ, നിങ്ങളുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതൊക്കെ ടേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോയി നമ്മൾ നാടിനെ നമ്മൾ പ്രൗഡാക്കി നോക്കണം. ഇപ്പോൾ ഇങ്ങനത്തെ ഭയങ്കര ഹേർട്ടിംഗ് ആണ് ഇങ്ങനത്തെ ന്യൂസൊക്കെ കാണുമ്പോൾ. തീർച്ചയായിട്ടും എന്തായാലും ഈ കിരീടം നേടി വിദർഭ അവിടെ ആഘോഷിക്കുമ്പോൾ നമ്മളിവിടെ തോൽക്കാത്ത മനസ്സുമായി നിൽക്കുകയാണ്. നമ്മൾ തിരിച്ചു വരും അല്ലേ? എന്താണ് സംശയവും? തീർച്ചയായും നമ്മൾ തിരിച്ചു വരും. അതാണ് ഞങ്ങൾക്ക് അരികിൽ KCAയുടെ പുതിയ കുട്ടികൾ, അണ്ടർ 14, 16 കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇവരുടെ കളി കാണാൻ വന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ പുതുതലമുറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കപ്പ് നേടാതെ പോകും അല്ലേ? വലിയ കയ്യടിയായിരുന്നല്ലോ നിങ്ങള്, അല്ലേ? സന്തോഷം തോന്നുന്നുണ്ടോ? ഇപ്പോ ഫൈനലില് റണ്ണേഴ്സ് എത്തി, നല്ല സന്തോഷം തോന്നുന്നുണ്ട്. റണ്ണേഴ്സ് ആയാലും വലിയ സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ വളർന്ന് വലുതായിട്ട് അങ്ങ് കപ്പെടുക്കില്ലേ അല്ലേ? സച്ചിൻ ചേട്ടനൊക്കെ വലിയ പ്രചോദനമല്ലേ നമുക്ക്? നല്ല വലിയ പ്ലെയറാ. സച്ചിൻ എന്താണ് ഇവരോട് പറയാനുള്ളത്? അല്ല, ഇവരെ കണ്ടുണ്ട് ഭയങ്കര വലിയ, അവർക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. കാരണം ഇങ്ങനത്തെ ഒരു വലിയൊരു മാച്ച് വന്ന് കാണുക, അതവർ ഇത് ലേൺ ചെയ്യണം. ഇങ്ങനത്തെ മാച്ച് കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ മാച്ച് കാണുമ്പോൾ നിങ്ങൾ ഇത് ലേൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറഞ്ഞു കൊടുക്കണം എന്തൊക്കെയാണ് നമ്മളിങ്ങനെ ബിഗ് സ്റ്റേജ് കളിക്കാൻ വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. കാരണം നിങ്ങളാണ് കേരളത്തിൻ്റെ ഫ്യൂച്ചർ. നമ്മളിനി രഞ്ജി ട്രോഫി ഇങ്ങനെ ഒരു തവണയല്ല, ഇപ്പം മുംബൈ 42 തവണ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൺസ്റ്റൻ്റ് ആയിട്ട് അടിച്ചുകൊണ്ടാണ്. അപ്പം നിങ്ങൾ വേണം കേരളത്തിന്, നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ തുടക്കിട്ട് വരും, പിന്നെ നിങ്ങൾ 2, 3, 4 നിങ്ങൾ പിടിച്ചോണം. അതെ, പിടിച്ചോണം. അതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ക്യാപ്റ്റൻ. എന്തായാലും നമുക്ക് ഇനിയും കാണാം. ഇനിയും രഞ്ജി ട്രോഫി റിപ്പോർട്ട് ചെയ്യാൻ, ഇതുപോലെ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാവട്ടെ. അപ്പോൾ ബൈ, താങ്ക് യു. ഇപ്പോൾ സച്ചിൻ ബേബിയാണ് നമ്മളോട് സംസാരിച്ചത്. ക്രിക്കറ്റിൻ്റെ ലഹരി, അതിൻ്റെ ആവേശത്തിൽ നമ്മൾ തോൽക്കാതെ തന്നെ നമ്മൾ റണ്ണേഴ്സപ്പായി നിൽക്കുകയാണ്. അതിനിടയിലാണ് സച്ചിൻ പറഞ്ഞ ഒരു കാര്യം, നാട്ടിൽ നടക്കുന്ന വാർത്തകൾ വലിയ സങ്കടമുണ്ടാക്കുന്നതാണ്. ഈ ഒരു നേട്ടത്തിന് നടുവിൽ നിൽക്കുമ്പോഴും അവിടെ പുതുതലമുറ കൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ഉപദേശം കൂടി സച്ചിൻ നൽകുകയാണ്. വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ബിപിൻ ജെയിംസിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.